ലെവലിൽ കിട്ടും. കണ്ട അവിടെ നിർത്തിയത് കിട്ടുന്നുണ്ടോ? നീ ടെൻഷനൊന്നും അടിക്കണ്ട, ചുമ്മാ ഫ്രീ ആയിട്ടിരിക്കുക കേട്ടോ. മോള് നല്ലപോലെ ഓടിക്കുന്നുണ്ടാ. നീ വെറുതെ ടെൻഷൻ അടിച്ച് നിനക്ക് വെപ്രാളം കയറുന്ന. ഞാൻ പറഞ്ഞില്ല, ഞാൻ എടുത്തുകൊണ്ട് നടന്നാലും തട്ടാനുള്ളോ തട്ടും. ഞാൻ എത്ര സൂക്ഷിച്ചെന്ന് പറഞ്ഞാലും ഒരു സെക്കൻഡ് ചിലപ്പം എൻ്റെ കയ്യിൽ നിന്ന് വണ്ടി പോയി തട്ടാം. അപ്പൊ അതിൽ നീ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. മോൾ അന്ന് തട്ടിയപ്പോ ചുമ്മാ നീ പേടിച്ചു പോയതാ. അത് വേണ്ട കേട്ടാ, പോട്ടെ. തിരക്ക് കാണുമ്പോ വേറെ ആളാവരുത്, ഇതുപോലെ തന്നെ ഇരിക്കണം കേട്ടാ. വിട്ടു. ഒന്നുമില്ല എൻ്റെ കുഞ്ഞിന്, എന്റെ മോക്ക് ഒന്നുമില്ല. അവരുടെ അവിടെ ബോർഡ് വെച്ചിരിക്കുന്നുണ്ടാ, അതിനപ്പുറത്ത് എവിടെയെങ്കിലും ഒതുക്കി നിർത്താവോ? നിനക്ക് കംഫർട്ട് എന്ന് തോന്നുന്ന ഒരു സ്ഥലത്ത് നോക്കി നിർത്തിക്കാൻ നോക്കട്ടെ. ഇൻഡിക്കേറ്റർ ഇടണം, നാട്ടു റോഡിൽ നിർത്തരുത്. കണ്ട സൈഡ് ഒതുങ്ങി സൈഡിലേക്ക് വരുന്നുണ്ട് വണ്ടി, ശരിയല്ലേ? പിന്നെ ബ്രേക്ക് ചെയ്ത് തന്നെ കൊണ്ടുപോകണം. എന്നിട്ട് ലെവൽ ചെയ്ത് നിർത്തട വണ്ടിയെ. മുന്നോട്ട് പോകും തോറും ലെവലാക്കിക്കോണം വണ്ടിയെ, അല്ലെങ്കിൽ നീങ്ങാൻ സമ്മതിക്കരുത്. അവിടെ നിർത്തി ലെവലാക്കിക്കോണം. ഓക്കെയാണ്? അവിടെ നിർത്തണം, ന്യൂട്രലൊന്നാക്കിക്കടാം. ഇപ്പൊ ഒരു 2 തെറ്റ് മോള് ചെയ്ത് ഞാൻ തിരുത്തി തരാം. അത് നീ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല. പിന്നെ നീങ്ങാൻ നോക്കി ആക്സിലേറ്റർ കൊടുത്തു, നീക്കരുത് അങ്ങനെ. പിന്നെ ബ്രേക്കിൽ കൺട്രോൾ ചെയ്തേ വണ്ടിയെ നീക്കാവുള്ളൂ. ഓക്കെയാണ്? വണ്ടി സ്വയം നീങ്ങുന്നില്ല എന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ആക്സിലേറ്റർ കൊടുക്കാവുള്ളൂ. അല്ലാതെ പാർക്ക് ചെയ്യാൻ പോകുന്ന വണ്ടിക്ക് പിന്നെ ആക്സിലേറ്റർ കൊടുക്കരുത്. കൊടുത്താൽ എന്ത് പറ്റുമെന്ന് അറിയാവോ? പെട്ടെന്ന് നീ പാനിക്കാവുന്ന എന്തെങ്കിലും മുന്നിൽ വന്നാൽ നമ്മൾ അതേ തന്നെ ചവിട്ടിത്താത്തും. വണ്ടി സ്പീഡിൽ പോയി അതേറ്റിടിക്കും. അത് വരാതിരിക്കാൻ മോള് നിർത്താൻ പ്ലാൻ ചെയ്യുമ്പോൾ തൊട്ട് ബ്രേക്കിന്റെ കൺട്രോളിലായിരിക്കണം വണ്ടി പിന്നെ പോകുന്നത്. നീങ്ങുന്നില്ല, ഇനി നീങ്ങിയേ പറ്റൂ എന്ന് തോന്നുമ്പോൾ മാത്രമേ ആക്സിലേറ്റർ യൂസ് ചെയ്യാവുള്ളൂ. ഓക്കെ, പോ. ബാക്കിൽ വണ്ടി നോക്കി കംഫർട്ട് ആവുമ്പോൾ ഇറങ്ങിയാൽ മതി റോഡിലേക്ക് കേട്ടാ. ഇതിപ്പോ നമ്മളൊന്നും പറഞ്ഞു കൊടുക്കണ്ട മോളെ, നിന്റെ പേടിയാ കേട്ടാ. അയ്യോ, വണ്ടി എടുത്ത് ചോടിക്കാനുള്ള ഒരു കുഴപ്പമില്ല. ആരെങ്കിലും പറഞ്ഞു പേടിപ്പിച്ചാണോ? എന്റെ കുഞ്ഞിനെ ആരെങ്കിലും പറഞ്ഞു പേടിപ്പിച്ചാണോ? എടാ, ഈ വണ്ടി എടുക്കുന്നതാണ് പറയാടാ, നീ എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലെന്ന്. നീ നല്ല കംഫർട്ടായിട്ടല്ലേ വണ്ടി എടുത്തോണ്ട് പോകുന്നത്. നാണക്കേടാ കേട്ടാ മോളെ. പിന്നെ എന്ത് മനസ്സിലായാ? ഞങ്ങളെ വല്ല പരിചയം ഉണ്ടാ? അത് മാത്രല്ലേ ഉള്ളൂ, നല്ല പരിചയം ഉണ്ടാ? അത് ഞങ്ങളുടെ കൂടെ നീ കംഫർട്ടായിട്ടിരുന്നല്ലേ വണ്ടി ഓടിച്ചു പോകുന്നത്. ഇത്രേ ഉള്ളടാ. വീട്ടിൽ നിന്നെല്ലാം തീ പോലെ ഇറക്കുകയും ചെയ്യും, തീ പോലെ കയറ്റുകയും ചെയ്യും. ചെയ്യത്തില്ലാമ്പോ തീ പോലെ ചെയ്യും മോളെ. നിനക്ക് ഒരു കുഴപ്പമില്ല. പറഞ്ഞു നിന്നെ പേടിപ്പിച്ചതാ. ഇവിടെ നിർത്തിക്കടാ, നിർത്തിക്കടാ. ലെഫ്റ്റ് ഇവിടെ നിർത്തിയേക്ക്. നീങ്ങണ്ട, നിർത്തിയേക്ക്. ഓക്കെ, മോളൊന്ന് റിവേഴ്സ് ഇട്ടടാ. നീ റിവേഴ്സ് ഗിയർ ഇട്. ആ ഒരു വഴി കണ്ട, ഇങ്ങോട്ട് കിടക്കുന്ന. എനിക്ക് ആ വഴിയിലേക്ക് ഒന്ന് റിവേഴ്സ് കയറണം ഈ വണ്ടി. എന്ത് ചെയ്യണം എന്റെ മക്കള് പറ? അങ്ങോട്ട് ഓടിച്ചാൽ എന്ത് പറ്റും? കുഞ്ഞൊന്ന് അങ്ങനെ. അപ്പൊ 2 കാര്യം നോക്കണം. ഒന്ന് പുറകെ വരുന്ന വണ്ടികള് നിർത്ത്. പിന്നെ നമ്മുടെ വഴി, മുന്നിൽ നിന്ന് വണ്ടികളുണ്ടാവും. 2 നോക്കിക്കോണം. നമ്മുടെ വഴി ഓൾറെഡി നമ്മുടെ മനസ്സിലുണ്ടാവും. പുറകിലും മുന്നിലും വരുന്ന വണ്ടി നോക്കിയിട്ടേ നീങ്ങാവുള്ളൂ കേട്ടാ. നിർത്തി കൊടുക്കും. ഇനി ആ വണ്ടി പോയിട്ടേ മോള് നീങ്ങാവുള്ളൂ. ഇൻഡിക്കേറ്റർ ഇട്ട് വെച്ചോ, ലെഫ്റ്റ് തന്നെ, കറക്റ്റ് ആവും. ഓക്കെ അല്ലേ? ഇനി മോള് നോക്കിക്കടാ, ആ യെല്ലോ ലൈനും ആ വഴിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് നോക്കിക്കടാ. വിട്ട് കണ്ട കൂടുതലല്ലേ, അതിനൊന്ന് കുറച്ചേക്ക്. നീങ്ങണ്ട, ഒന്ന് തിരിക്ക്. ഓക്കെ ആണോ? ഇച്ചിരി മോള് തിരിച്ചിട്ടുണ്ട്. നീ ഒന്ന് പയ്യെ അനങ്ങി നോക്കി. ഈ വിട്ട് കുറയുന്നില്ല എങ്കിൽ വീണ്ടും അടുപ്പിക്കണം വണ്ടിയെ. ഇച്ചിരി അനങ്ങി നോക്ക്. ഇല്ല, കണ്ട നിർത്ത്. കുറച്ചുകൂടെ നിയറാക്ക്.
ആ അങ്ങനെ. വീണ്ടും ഒന്ന് അനങ്ങി നോക്ക്. ഇല്ല, കണ്ട, കുറെ കൂടെ നിയറാക്ക്. ഓക്കെ, ഇനി ഒന്ന് അനങ്ങി നോക്ക്. ഇല്ല, ശരിയല്ലേ? ഇതാണ് വഴിയുടെ അറ്റം. അപ്പൊ ഇനി നിയറാക്ക്. ആ, പുറകിൽ വണ്ടി ഇല്ലാത്തപ്പോൾ അതിനെ നമുക്ക് ഒഴിവാക്കാം. ഈ ബ്ലൂ ലൈനാണ് നമ്മുടെ വണ്ടി. അത് വരുമ്പോഴേ തട്ടുള്ളൂ, അതിനുള്ളിൽ ഒഴിവാക്കിയാൽ മതി. നിർത്തിക്കൊടുക്കും. പുറകിൽ വണ്ടി നോക്കിയിട്ട് നീങ്ങാവുള്ളൂ കേട്ടാ. വീണ്ടും നിർത്തറ. ഇപ്പോഴും നോക്കിയാൽ സ്പേസ് കണ്ട, ഇനിയും ഉണ്ട്. അപ്പൊ കൂടുതൽ തിരിക്കടാ. ഓക്കെ, ഫുള്ളായി. ഇനി കയറി കയറി ചെല്ലണം. അവര് പോയിട്ട് നിർത്തി കയറണേ. വീണ്ടും പോകാം. ആ ബ്ലൂ സ്ക്വയർ ആ വഴിക്കകത്ത് കയറുമ്പോൾ നമ്മുടെ വണ്ടി അവിടെയായി. കണ്ട, ഇനി അത് പാരലൽ ആവണം ആ റോഡുമായിട്ട്. ബ്രേക്ക് ചെയ്ത് പറയാം. നിർത്തരുത്. ഇങ്ങനെ വരുമ്പോഴല്ലേ, ഇനി വന്നാലല്ലേ പാരലൽ ആവുള്ളൂ. ഇപ്പൊ ഈ പോസ്റ്റിന് നേർക്കാൻ നിൽക്കുന്ന കണ്ട, ഇത്തിരി കൂടെ മാറണം വണ്ടി. ഇനി ബ്രേക്ക് ചെയ്യും. കണ്ട, ഇച്ചിരി കൂടെ കൊണ്ടുവന്നാൽ കറക്റ്റ് സെന്റർ ആയി വണ്ടി. ആ ബ്രേക്ക് ചെയ്യും. കണ്ട, ഇനി നേരെയാക്കി വെച്ചാൽ നേരെ പുറകിലേക്ക് പോവാം. ആ വഴിയിലേക്ക് പോകാൻ പറ്റും. പിടി കിട്ടുന്നുണ്ടോ? ഞാൻ പറഞ്ഞ ഈ വണ്ടിയിൽ നിനക്ക് റിവേഴ്സ് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. ആ സെൻസർ കറക്റ്റ് മാർക്ക് ചെയ്ത് കാണിച്ചു തരും. ഈ ബ്ലൂ സ്ക്വയർ അതിനകത്ത് കയറാതിരുന്നാൽ മതി. ഇപ്പൊ അവർ കട്ടർ അവിടെ ഉണ്ടായിരുന്നു മോള് പുറകോട്ട് വന്നപ്പോൾ. അതിൽ ഈ ബ്ലൂ മാർക്കിങ്ങിനകത്തായിരുന്നു നിൽക്കുന്നതെങ്കിൽ നമ്മുടെ വണ്ടി അതേ കയറുമെന്നറിഞ്ഞു. അതിനെ അവോയ്ഡ് ചെയ്യാൻ എങ്ങോട്ട് മാറ്റണോ മാറ്റിക്കോണം. വീണ്ടും നിയർ ആക്കിക്കോണം നമ്മുടെ സൈഡിലേക്ക്. കിട്ടുന്നുണ്ടോ നമുക്ക്? ഡ്രൈവ് ഇടും. ഒന്ന് അങ്ങോട്ട് പോകും. ഇതൊരു സാമ്പിൾ കാണിച്ചു തന്നാ കേട്ടാ. തിരിഞ്ഞിറങ്ങിക്കും. തിരിഞ്ഞു തന്നെ ഇറങ്ങിക്കും. അവിടുന്ന് വണ്ടി ഇല്ലാത്തപ്പോഴേ പോവാവുള്ളേ. ഫ്രണ്ട് നോക്കി കൊണ്ടുപോടാ. അങ്ങനെ തിരിക്കാനും ഒരു കുഴപ്പമില്ല, നിർത്താനും ഒരു കുഴപ്പമില്ലടാ. എനിക്ക് ചിരിവന്നുണ്ട് കേട്ടാ. അതിനെ ഞാൻ പറഞ്ഞ കൊച്ചിനെ അനിയൻ പറഞ്ഞ് പേടിപ്പിച്ചതാ. അവൻ ചിലപ്പോ 100-140 ചവിട്ടി വിടുന്ന. അതേപോലെ മോൾ ഓടിക്കാൻ നോക്കിയാൽ നടക്കത്തില്ല മോനെ. ഇപ്പൊ ഞാൻ ഓടിക്കുന്ന പോലെ മോൾ ഓടിക്കണമെന്ന് വിചാരിച്ചാൽ നടക്കുക? നടക്കത്തില്ല. എനിക്ക് എത്ര മോളെ ഞാൻ പ്രഷർ ചെയ്യലും മോക്ക് പറ്റുന്ന വേഗതയിലെ മോക്ക് ഓടിക്കാൻ പറ്റത്തുള്ളൂ. അതപ്പോ അവനോട് പറയണം, എനിക്ക് ഈ ഒരു കംഫർട്ടേ പറ്റത്തുള്ളൂ എന്ന് പറയണം. അത് പറയാൻ കാണിച്ച ഡ്രൈവർ ആവും മോള്. ഇവിടെ സൈഡിലൊന്നും ഒതുക്കി നിർത്തണേ. ഒരുപാട് ഒതുക്കണ്ട. ഈ റോഡെ കയറാനാ എനിക്ക് റിവേഴ്സ്. ഓക്കെ, റിവേഴ്സ് ഇട്ടടാ മക്കളെ. രണ്ട് കാര്യം ശ്രദ്ധിക്കണം വണ്ടി കൊണ്ടുവന്ന് നിർത്തുമ്പോൾ. ഒന്ന്, അതിനെ കടത്തി വേണം നമ്മളെപ്പോഴും നിൽക്കാൻ. ആ വഴി കടന്ന് വേണം നിൽക്കാൻ. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് പോലെ. ഓക്കെയാണ് മക്കള്? നോക്കി ആ വഴി കയറണമെങ്കിൽ എന്ത് ചെയ്യണം? മാക്സിമം ലെഫ്റ്റ് സൈഡ് നിയർ ആക്കി വെക്കണം. കണ്ടാ? ഇനി ബാക്കിലേക്ക് എടുക്കരുത്. ബാക്കിലേക്ക് ചെല്ലുമ്പോൾ നോക്കണം, ഇവിടെ അകന്നാണോ വരുന്നത് അടുത്താണോ വരുന്നത്. അകലം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നീ അടുപ്പിച്ചോണം, അങ്ങോട്ട് പോരുതേ കേട്ടാ. ഈ രണ്ടുപേരും നടന്നു പോകുന്നുണ്ട്, പിന്നീന്ന് വണ്ടികൾ വരുന്നുണ്ട്. ഇതെല്ലാം നോക്കിക്കോണം കേട്ടാ. എത്ര സമയം വെയിറ്റ് ചെയ്താലും കുഴപ്പമില്ല, കംഫർട്ട് ആവുമ്പോഴേ നീങ്ങാവുള്ളൂ വണ്ടിയും കൊണ്ട്. പിന്നിലേക്ക് പോകുമ്പോ കുറെ കൂടുതൽ ശ്രദ്ധ വേണം കേട്ടാ. വാ, പതിയൊന്ന് അനങ്ങി നോക്കടാ. അപ്പൊ അറിയാം വിട്ടുണ്ടോ ഇല്ലേന്ന്. ഇനിയും ഉണ്ട്, നിർത്തിക്കൊടു. എന്നിട്ട് ബാക്കിയും കൂടെ വീണ്ടും ഒന്ന് അനങ്ങി നോക്ക്. വീണ്ടും നിർത്തി കൊടുക്കും. ആ 2 വീലറിന് വേണ്ടി ഒന്ന് നിർത്താൻ പറഞ്ഞു കേട്ടാ. ബാക്കിൽ നമ്മൾ വളഞ്ഞു ചെല്ലുമ്പോൾ നമ്മുടെ ഫ്രണ്ട് അങ്ങോട്ടേക്കായിരിക്കും ചെല്ലാൻ പോകുന്നത്. വീണ്ടും കയറി ചെല്ലണം. ഓക്കെ അല്ലേ? ഫുള്ള് തിരിഞ്ഞിരിക്കല്ലേ വണ്ടി? ബ്രേക്ക് ചെയ്തു. ഇനി ഈ സൈഡ് ഓക്കെയാ, പക്ഷെ ഈ സൈഡ് ഇത് കണ്ട. നിർത്തി ചെല്ലടാ. ഈ സൈഡ് അകത്ത് കയറുമ്പോൾ നമുക്ക് നോക്കണം. കണ്ടോ? ഇനി അത് പാരലൽ ആവണം. അതുവരെ മോളെ അതിന് ബ്രേക്ക് ചെയ്യും. ആയാ റോഡില് അപ്പളേ സ്ട്രെയിറ്റ് ചെയ്യാവുള്ളൂ വണ്ടിയെ. ഓക്കെ ആണോ? ഇനി പുറകിലേക്ക് കയറി ചെല്ലും. കിട്ടുന്നുണ്ടോ? ബ്രേക്ക് ചെയ്ത് പോകും തോറും വണ്ടി ഏതെങ്കിലും സൈഡിലേക്ക് പോകുന്നുണ്ട്, അതിനനുസരിച്ച് മാച്ച് ചെയ്തോണം കേട്ടാ. ബ്രേക്ക് ചെയ്ത് മനസ്സിലാവുന്നുണ്ടോ? അത് ശ്വാസം മുട്ടിയിരിക്കണോ? ബ്രേക്ക് ചെയ്തു നോക്കിക്കേ. വണ്ടി ഏതെങ്കിലും സൈഡിലേക്കാണോ പോകുന്നത്? അതിനാ സ്പീഡിൽ പോകരുത് ഒരുപാട്.
ഇനി ചെല്ലും തോറും വണ്ടി ഇങ്ങോട്ട് ഈ മതിലിലേക്കേ പോവുള്ളൂ. മോള് തിരിക്കാതെ ഒന്ന് പതിയെ പുറകോട്ട് പോയി നോക്കിയാൽ, തിരിക്കരുത്, ഒന്ന് ഇച്ചിരി പുറകോട്ട് എടുത്ത് നോക്കിയാൽ വേണ്ട, ഇത് പയ്യെ ഔട്ടറിലേക്ക് ഇറങ്ങും കണ്ട. ഇനി മതിലിലേക്ക് പോകും. അതിന് ഒഴിവാക്കേണ്ടി വന്നാൽ ഒഴിവാക്കിക്കോണം. പിടികിട്ടുന്നുണ്ടോ? വേണ്ട, മോക്ക് ഒഴിവാക്കണമെങ്കിൽ എങ്ങോട്ട് ഒഴിവാക്കണോ അങ്ങോട്ട് ടേൺ എടുത്ത് പോയാൽ മതി. ഒന്ന് അഡ്വാൻസ് ആവണമെന്നേ ഉള്ളൂ. ഇപ്പൊ ഞാൻ അവിടെ നിപ്പുണ്ടെന്ന് നീ വിചാരിച്ചോ? ഞാൻ ഈ ഗ്രാഫിന് അടുത്തേക്ക് വരാത്ത രീതിയിൽ അഡ്വാൻസ് മോള് ചെയ്തോണം. നേരത്തെ നീ കാണുന്ന കാഴ്ചയാ ഈ മാർക്കിംഗ് ആണോടാ. അതെന്ന് പറഞ്ഞാൽ വണ്ടിയുമായിട്ടൊരു 5 മീറ്റർ ഡിസ്റ്റൻസാ. ഓക്കെ, ആ മാർക്കിങ്ങിൽ വരുമ്പോൾ നമ്മൾ നിയർ ആവാൻ തുടങ്ങി നിർത്തും. അപ്പൊ മാർക്കിങ്ങിന് മുന്നേ കാണുന്ന സാധനത്തിന് അഡ്വാൻസ് ആക്കിക്കണം. ഇപ്പൊ പോസ്റ്റ് നമുക്ക് നേരത്തെ കാണാം കണ്ട, ഈ മാർക്കിങ്ങിന് പുറത്താണ് നിൽക്കുന്നത്. പോസ്റ്റയിൽ ഇടിക്കരുതെങ്കിൽ മോൾ ഇവിടുന്ന് അഡ്വാൻസ് ആയിട്ട് ഇത്തിരി സ്പേസ് എടുത്തോണം. പിടികിട്ടുന്നുണ്ടോ? ഐഡിയ കിട്ടുന്നുണ്ടോ? ഡ്രൈവ് ഇട്, പോവാൻ പുറത്തേക്ക്. അവിടെ ആക്സിലേറ്റർ കൊടുത്ത് ഇറങ്ങാൻ നോക്കരുത്, ബ്രേക്കിൽ തന്നെ നോക്കി ഇറങ്ങാവുള്ളൂ കേട്ടാ. വണ്ടി നീങ്ങോടാ മോളെ, ബ്രേക്ക് ചെയ്ത് തന്നെ ഇറങ്ങും. നമുക്ക് എങ്ങോട്ടാ പോകേണ്ടത്? ലെഫ്റ്റ് ആണ് പോകേണ്ടത്. നമ്മുടെ വണ്ടി ലെഫ്റ്റിലേക്ക് ചരിഞ്ഞിട്ടില്ല മോളെ. ലെഫ്റ്റ് ഇറങ്ങുമ്പോൾ എപ്പോഴും ലെഫ്റ്റിലേക്ക് ഒന്ന് ചരിവിട്ട് ഇറങ്ങി പോവുള്ളൂ കേട്ടോ, ഒരു ബെൻഡ് ഇട്ട് ഇറങ്ങി പോവാം. ഇപ്പൊ നമ്മുടെ വണ്ടി കണ്ടോ സ്ട്രെയിറ്റ് നിൽക്കുക. നീ കൂടുതൽ തിരിക്കേണ്ടി വരും തിരിയണമെങ്കിൽ. അഡ്വാൻസ് ആയിരുന്നില്ല, ഒന്നിങ്ങനെ ചരിഞ്ഞു വരാമായിരുന്നു നമുക്ക്. നമ്മൾ ഫ്രണ്ടിൽ ഇറങ്ങിയിട്ടേ തിരിയാൻ പറ്റുള്ളൂ. അപ്പൊ അവർക്ക് തടസ്സമാകും. അല്ലെങ്കിൽ നീ ഇങ്ങനെ ചരിഞ്ഞാ വന്നിരുന്നെങ്കിൽ നമ്മുടെ ഒരു പാർട്ടേ വരുവുള്ളായിരുന്നു റോഡിൽ. അതിനുള്ളിൽ നമുക്ക് തിരിഞ്ഞു പോകാൻ പറ്റുമായിരുന്നു. തിരിച്ചിറങ്ങിക്കണ്ട മക്കള്, തിരിക്കണം. കാണാം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ നോക്ക് കാഴ്ച കിട്ടില്ല. നീ മുന്നിലേക്ക് വരുന്നോറും നിന്റെ വണ്ടി ഇപ്പൊ റോഡിലാണ് നിൽക്കുന്നത്. നമ്മൾ ചരിഞ്ഞാണ് വന്നിരുന്നെങ്കിൽ നിനക്ക് ഓൾറെഡി കാഴ്ചയും കിട്ടിയാനെ. നമ്മുടെ വണ്ടി ഈ സൈഡിലേക്കേ നിൽക്കുള്ളായിരുന്നു. റിമോട്ട് റിവേഴ്സ് ഇട്ട് ഞാൻ കാണിച്ചു തരാം. ഒരു സെക്കൻഡ്, ഞാൻ റിവേഴ്സ് ഇട്ട് ചുമ്മാ ഒന്ന് പുറകിലേക്ക് വന്നിടാം. വരട്ടെ ബ്രേക്ക് ചെയ്ത് പാടാം. വരട്ടെ അവിടെ നിൽക്കട്ടെ. ഡ്രൈവ് ഇട്ടിട. ആ റോഡ് ബെൻഡായിരിക്കുന്ന കണ്ട, അതുപോലെ ഇറങ്ങി ചെല്ലാവുള്ളൂ. നേരെ ഓടിച്ചെല്ലുന്നതിന് വരെ ഒന്ന് ചരിഞ്ഞ് ഇറങ്ങി ചെല്ലാവുള്ളൂ. പതിയെ പോട്ടെ. ആക്സിലേറ്റർ വേണ്ട കേട്ടാ, ബ്രേക്ക് ഫ്രീ ആക്കി വിട്ടു കൊടുക്കും. പിന്നെ സപ്പോർട്ട് കൊടുക്കണം ഒരു ചെറിയ. വീണ്ടും ബ്രേക്കിൽ തന്നെ കൊണ്ടുവരണം കേട്ടാ. ഇങ്ങോട്ട് നിന്ന് ബെൻഡ് ഇട്ട് വന്നേടാ. ബെൻഡ് ഇടറാ. ബ്രേക്ക് ചെയ്ത് വാ. നിർത്തി വാ. ഇപ്പൊ മോള് നോക്കിയാ നിനക്ക് കാഴ്ചയും കിട്ടി. വണ്ടി ഓൾറെഡി ചരിഞ്ഞാ നിൽക്കുന്നത്. ഇനി ഇറങ്ങുന്നോറും തിരിച്ചാ മതി. നമ്മൾ അവരെ വഴി മുടക്കുന്നില്ല. പിടികിട്ടുന്നുണ്ടോ? അവിടെ നിന്ന് വരുന്നവന് പോകാനുള്ള സ്ഥലം അവിടെ ഉണ്ട്. നമ്മൾ ബ്ലോക്ക് ചെയ്തിട്ടില്ല അവന്. മറ്റത് ബ്ലോക്ക് ചെയ്ത് നിൽക്കുക. കൂടുതൽ തിരിച്ചാലേ പിന്നെ വരത്തുള്ളൂ പുറത്തേക്ക്. ഇപ്പൊ കുറച്ച് തിരിച്ചാൽ റോഡിലെത്തും വണ്ടി. ശരിയല്ലേ? നോക്ക്, വണ്ടി ഇല്ലെങ്കിൽ ഇറങ്ങിക്കും. ഇവിടെ നോക്കി കുറേശ്ശെ അത്രയും മതിയടാ. ഇനി തിരിക്കും തോറും ഈ സൈഡിലേക്ക് പോരും. കണ്ടാ, ഒരു റൗണ്ട് തിരിക്കേണ്ടി വന്നാ മറ്റേതായിരുന്നെങ്കിലാ ഫുള്ള് തിരിക്കേണ്ടി വന്നേനെ. ഇന്ധനം വല്ലതും മാറിയാ? റോക്കറ്റിൽ ഒഴിക്കുന്ന ഇന്ധനം ആണ്ടാന്നോ കേട്ടോ കുഞ്ഞിനകത്ത് നിറച്ചിരിക്കുന്നത്. സ്ലോ ചെയ്ത് കൊടുക്കണം. അയാളൊന്ന് പോയിക്കോട്ടെ. അയാളെ നോക്കിയിരിക്കരുത് കേട്ടാ. മിററിലൊരു വണ്ടി കാണുമ്പോ അതേ തന്നെ നോക്കിയിരിക്കരുത് കേട്ടാ. മുന്നിലേക്കുള്ള കാഴ്ചയിലേക്ക് മാറിക്കോണം. ഒന്നുമില്ല പ്രശ്നം, പറഞ്ഞ് പ്രശ്നമാക്കാതിരുന്നാ മതി. വലിയ വരട്ടടാ കുഞ്ഞ്, അത് പേടിക്കാതെ നിന്നാ മതിടാ. നീ അത് നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെക്കരുത്. അവിടെ ഒരു വലിയ തെരുവാണെന്നോ തിരക്കാണെന്നോ ഒന്നും നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെക്കരുത്. ലെഫ്റ്റ് ആണ് കുഞ്ഞിന് പോകണ്ടെങ്കിൽ ഒരിക്കലും വണ്ടിയെ നേരെ കൊണ്ടുചെല്ലരുത്. ഒന്ന് സ്ലോ ചെയ്ത് കൊടുക്കണം. അവരെ നോക്കിയിരിക്കരുത്, പകരം ഈ തട്ടാനുള്ള സാധനത്തിനെ നോക്കി കൊണ്ടുപോകാം. ബ്രേക്കിൽ കാലുപോയി. എന്നിട്ട് ഇതിനെ ഒഴിവാക്കി കൊണ്ടുചെല്ല്. മോളെ ഇപ്പോഴും എൻ്റെ പൊന്നെ ആക്സിലേറ്ററിലല്ലേടാ ചവിട്ടുന്നത്. വാ, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇങ്ങനെ തിരക്കുള്ള ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു സ്ഥലത്ത് വരുമ്പോൾ ആക്സിലേറ്റർ ചവിട്ടി പോകാൻ നോക്കരുത്. വണ്ടിയിൽ മാക്സിമം ഫ്രീ ആയിട്ട് അതിനെ ഉരുട്ടിക്കൊണ്ട് പോകാനേ നോക്കാവുള്ളൂ കേട്ടോ. നമുക്കൊരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളാണ്. നമുക്ക് കുറേ നാളത്തേക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഓരോ സ്ഥലവും നോക്കി മാറി പോകാൻ പറ്റുള്ളൂ കേട്ടോ. പോട്ടെ. ഓടിപ്പോകാൻ പറ്റുന്ന സ്ഥലത്തെല്ലാം മോൾ ആക്സിലേറ്റർ യൂസ് ചെയ്തോ. ഇവിടെ തിരക്കുകളുണ്ട് അല്ലെ തടസ്സം ഉണ്ടെന്ന് തോന്നുന്ന സ്ഥലത്തെല്ലാം മാക്സിമം ബ്രേക്ക് യൂസ് ചെയ്ത് പതിയെ പോകാനേ നോക്കാവുള്ളൂ കേട്ടോ. ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ? ലെഫ്റ്റ് ആണെങ്കിൽ വണ്ടി എങ്ങനെ ചെല്ലണമെന്ന് കുഞ്ഞിന് അറിയാമല്ലോ.
ഒരിക്കലും നേരെ ആ റോഡിലേക്ക് കയറി ചെല്ലരുത്. ആ റോഡ് ബെൻഡ് ആവുന്ന അനുസരിച്ച് ചരിഞ്ഞേ ചെല്ലാവുള്ളൂ കേട്ടോ. ഇത് ഇങ്ങോട്ട് ബെൻഡ് ചെയ്തു അപ്പൊ ഒരുപാട് നമ്മൾ തിരിക്കേണ്ടി വരില്ല. ഇങ്ങനെ നമ്മുടെ സ്പേസ് ഇവിടെ ഉണ്ട് കണ്ടോ. കുറേശ്ശെ ആ സ്പേസിലേക്ക് വന്നാൽ മതി. ഓക്കെയാണ്. പോട്ടെ, നീ പോയിക്കോ. അവരെ നോക്കിയിരിക്കരുത്, പകരം റോഡിന്റെ ലെഫ്റ്റ് സൈഡിലാ ശ്രദ്ധ വരണ്ട കേട്ടോ. ലെഫ്റ്റ് സൈഡ് എങ്ങോട്ടൊക്കെ പോകുന്നു അങ്ങോട്ടെല്ലാം മാറി വാ മോളെ. അവരെ ശ്രദ്ധിച്ചിരിക്കണ്ടാ. അത് ചിലരുടെ നേച്ചറാണ് ഹോൺ അടിച്ച് പോകുന്നത്. ടെൻഷൻ ആവാൻ തുടങ്ങി കേട്ടോ കുഞ്ഞ്. സൈഡ് നോക്കി പോ. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടാ മക്കളെ. ഒന്ന് അവിടെ ഒന്ന് ഒതുക്കിക്കുക. പോസ്റ്റ് കഴിയുമ്പോൾ പോസ്റ്റ് കഴിയുക. ലെഫ്റ്റ് സൈഡിലൊന്ന് ഒതുക്കിക്കാം മതിലിന്റെ സൈഡിലേക്ക്. ഇതിന് സ്ഥലമുണ്ടോ ഇവിടെ ഒതുക്കി നിർത്താൻ? ആ ഗേറ്റ് ഒഴിവാക്കി നിർത്തണം. അവിടെ നിർത്തി. ഇപ്പോഴും വേണ്ട, ഞാൻ പറഞ്ഞു തന്നിട്ടല്ല മോൾ ഇവിടെ നിർത്തിയത്. നീ തന്നെയാ സൈഡ് ഒതുക്കി നിർത്തിയത്, ശരിയല്ലേ? നിന്റെ ശ്രദ്ധ വലത്ത് പോകുന്നത് മാത്രമേ ഉള്ളൂ മോളുടെ കുഴപ്പം. വലത്തോട്ട് നോക്കിയിരിക്കരുത്. നമുക്ക് പോകേണ്ട ഏ സൈഡിൽ കൂടെ, റോഡിന്റെ ലെഫ്റ്റ് സൈഡിൽ കൂടെ. നമ്മൾ ഈ ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്ത് റോഡിൽ വണ്ടി കൊണ്ടുപോകണം. മോൾ അവരെയാ നോക്കിയിരിക്കുന്നത്, ശരിയല്ല? ഞാൻ നിർത്താൻ പറഞ്ഞപ്പോൾ മോൾ ഓട്ടോയാ നോക്കിയിരുന്നത്. അയാൾ അയാളുടെ വഴിക്ക് പോയിക്കോളും. നമ്മുടെ സൈഡ് നോക്കിയാൽ മതി നമ്മൾ. എങ്കിലേ ഇവിടെ എന്തുണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ. പിടിയിടുന്നുണ്ട് മോൾ. അയാളെ നോക്കി ഓടിച്ചാൽ ഇവിടെ നടന്നു പോകുന്ന ഒരാളെ നമ്മൾ തട്ടിയിടും ചിലപ്പോൾ കേട്ടാ. കൂടുതൽ ശ്രദ്ധ ഇങ്ങോട്ടേ കൊടുക്കാവുള്ളൂ കേട്ടാ. പോവാം. വണ്ടി ഇല്ലാന്ന് കണ്ടാതെ ഫ്രണ്ടിൽ ലെഫ്റ്റ് നോക്കി വണ്ടി റോഡിൽ ഇറക്കി കൊണ്ടുപോകും. ഈ ലെഫ്റ്റ് എപ്പോൾ റോഡിൽ കിട്ടുന്നു അപ്പം നിവർത്തിക്കുക വണ്ടിയെ, നേരെയാക്കി വന്നു. ഓക്കെയാണ്. റോഡ് എങ്ങനെ വളഞ്ഞിരിക്കുന്നു അതുപോലെ ലെഫ്റ്റിനനുസരിച്ച് വണ്ടിയെ കൊണ്ടുപോയിക്കോണം. ഈ ലെഫ്റ്റിൽ എങ്ങനെയാ ബെൻഡ് വന്നിരിക്കുന്നത് അതുപോലെ തിരിഞ്ഞു പോകാവുള്ളൂ. റൈറ്റ് നോക്കി തിരിക്കരുത് വണ്ടിയെ. മോളിപ്പോഴും റോഡിന്റെ റൈറ്റ് സൈഡാ ശ്രദ്ധിക്കുന്നത്, റോഡിന്റെ ലെഫ്റ്റ് സൈഡിലാ ശ്രദ്ധ കൊടുക്കണ്ട കേട്ടാ. ആണ് ഇടയ്ക്ക് കണ്ട, നേരത്തെ കാണാം ബെൻഡ് എവിടുന്നാന്ന്. അതിനനുസരിച്ച് കൈ ബെൻഡ് ചെയ്താൽ വണ്ടി റോഡിൽ തന്നെ നിന്നോളൂ. ഓക്കെ അല്ലേ? പോട്ടെ. അങ്ങോട്ട് ശ്രദ്ധ വരരുത്. അപ്പൊ ഈ ചേച്ചി കണ്ട, ശരിയല്ലേ? അയാൾ ഫോൺ അടിക്കുവോ എന്ത് വേണം ചെയ്തോട്ടെ. അയാൾക്ക് കടന്നു പോകാൻ സമയം കിട്ടുമ്പോൾ അയാൾ കടന്നു പോയിക്കോളും. അയാൾ കടന്നു പോയണ്ട. അയാളെ ശ്രദ്ധിച്ചിരുന്നിരുന്നെങ്കില ആ ചേച്ചിയെ നമ്മൾ തട്ടിയിട്ടാണ്. പിന്നെ തിരിഞ്ഞു നോക്കരുത് കേട്ടാ. ഫ്രണ്ട് നോക്കി അപ്പുറത്തേക്ക് നോക്കരുത്. ഈ ലെഫ്റ്റ് നോക്കി തിരിച്ചു കൊണ്ടുപോകാൻ വണ്ടി.